5 പ്രേതങ്ങളുടെ മുകളിലായിട്ടാണ് അമ്മ ഇരിക്കുന്നത് എന്ന് വാഗ്ദേവതകൾ പറയുന്നു. എന്താ അങ്ങനെ പറയുന്നത്? പഞ്ചപ്രേതാസനാസീന എന്നതാണ് മന്ത്രം. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശാനൻ, സദാശിവൻ എന്നിവരാണ് പഞ്ചബ്രഹ്മങ്ങൾ. ഇവർ അവരവരുടെ ശക്തികളോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് പഞ്ചബ്രഹ്മങ്ങൾ ആയിരിക്കുന്നത്. ശക്തിരഹിതരായിരിക്കുന്ന സമയത്ത് പഞ്ചപ്രേതങ്ങൾ എന്നാണ് പറയുക. സൗന്ദര്യലഹരിയിൽ ഭഗവാൻ ഭാഷ്യകാരനായ ശങ്കര ഭഗവത്പാദർ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ശക്തിയോട് ചേർന്നു എങ്കിൽ മാത്രമേ ശിവൻ പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശക്തനായിത്തീരുന്നുള്ളൂ. അങ്ങനെയല്ല എങ്കിൽ ആ ഭഗവാൻ ഒന്ന് ചലിക്കുന്നതിന് പോലും കഴിവില്ലാത്തവനായിത്തീരുന്നു എന്ന്. അമ്മയുടെ അംശമായ ചൈതന്യം ശക്തിരൂപത്തിൽ ബ്രഹ്മാവ് മുതലായ മൂർത്തികളോട് ചേരുമ്പോൾ അവർ പ്രപഞ്ച സൃഷ്ടി മുതലായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അല്ലാത്തപ്പോൾ പരാശക്തിയുടെ ആസനത്തിന് താങ്ങായി പ്രവർത്തനരഹിതരായി സ്ഥിതി ചെയ്യുന്നു. പഞ്ചപ്രേതങ്ങളാൽ കൽപ്പിതമായ ആസനത്തിൽ ഇരിക്കുന്നവൾ, 5 പ്രേതങ്ങളുടെ മേൽ ആസനസ്ഥയായിരിക്കുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. ഓം പഞ്ചപ്രേതാസനാസീനായൈ നമഃ. ഓം